السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه وعلى آله وصحبه ومن والاه أما بعد. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഒട്ടേറെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്ക് കുടിക്കാനും നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ജന്തുജാലങ്ങൾക്കുമൊക്കെ കുടിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തായ അനുകൂലമായ മഴവർഷം ഉണ്ടായാൽ മാത്രമേ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത ഉണ്ടാവുകയുള്ളൂ. വിശിഷ്യ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നദിയുടെ തീരത്തുകൂടെ നടന്നു പോയപ്പം അവിടെ നിന്ന് ഒരു സ്വഹാബി വുളു എടുത്തപ്പോൾ അവിടുന്ന് ആ സ്വഹാബാക്കളോട് നൽകിയ ഉപദേശം കാണാം. അതായത്, നിങ്ങൾ നദിയിൽ നിന്നാണ് എങ്കിലും വുളു എടുക്കുമ്പോൾ കൃത്യമായി ആവശ്യമുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടേ വുളു എടുക്കാവുള്ളൂ, അംഗശുദ്ധി വരുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്ന കാര്യമാണിത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സഅദ് റളിയല്ലാഹു അൻഹു അംഗശുദ്ധി വരുത്തിയപ്പോൾ വുളു എടുത്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു നിർദ്ദേശമാണ്. അപ്പോൾ അവിടുന്ന് ചോദിക്കുകയുണ്ടായി, മാ ഹാദ സറഫ്, ഇതില് എന്ത് അമിതത്വമാണ്, ദുർവ്യയമാണ്? അഫിൽ വുദൂഇ സറഫ്, അംഗശുദ്ധി വരുത്തുന്നതിലും ഇസ്രാഫ് ഉണ്ടോ? അഫിൽ വുദൂഇ ഇസ്റാഫ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, നഅം വ ഇൻ കുൻത അലാ നഹരിൻ ജാർ, ഒഴുകുന്ന നദിയിൽ നിന്നാണ് എങ്കിലും നീ വുദൂ എടുക്കുന്നത് എങ്കിലും അതിലും മിതമായ ആവശ്യമുള്ളതല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമിതമായ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഈ ഒരു സംഭവം പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മൾ മുസ്ലിംകളായി വിശ്വാസികളായി ജീവിക്കുമ്പോൾ, വിശിഷ്യ ഈ ഒരു ശക്തമായ ചൂടുമേനലുമുള്ള കാലത്ത് ജീവിക്കുമ്പോൾ പലരും വെള്ളത്തിന് പ്രയാസപ്പെടുമ്പോൾ മാത്രം ആണ് നമ്മൾ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്വന്തം വീട്ടിലും നമ്മുടെ ചുറ്റുപാടിലും വെള്ളത്തിന് അമിതമായ പ്രയാസമുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ചിന്ത വരിക. എന്നാൽ അങ്ങനെയല്ല. എല്ലാ സമയത്തും നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അനിവാര്യമുള്ള ആവശ്യമായ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. വലാ തുസ്രിഫു, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, അമിതമായി എന്തും ഒന്നിനും ഉപയോഗിക്കരുത്, വെള്ളവും അതിൽ ഉൾപ്പെടും. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, കാരണം ദൂർത്തടിക്കുന്നവരെ, അമിത വ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. മാത്രവുമല്ല, ആ നിലക്ക് അമിതമായി ആവശ്യത്തിലധികം വസ്തുക്കൾ അത് എന്തായാലും അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ നമ്മൾ വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത് എങ്കിലും അതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ അഥവാ അമിതമായി ചെലവഴിക്കുന്നവർ അവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 27-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് അത്യന്താപേക്ഷിതമായ ജീവിതത്തിലെ അനിവാര്യമായ ഘടകമാണ്. പക്ഷെ പലപ്പോഴും അതിന്റെ ഉപയോഗത്തിൽ നാം എത്രമാത്രം ശ്രദ്ധിക്കുന്നു? വുളൂ എടുക്കുമ്പോഴും നമ്മൾ കുളിക്കുമ്പോഴും നമ്മൾ കാൽ കഴുകുമ്പോഴും ഒക്കെ നമുക്ക് അനിവാര്യമായ അത്യാവശ്യം കുറച്ച് വെള്ളം മതി. നമ്മൾ വെള്ളം അമിതമായി ഒഴിക്കുകയും അവിടെ കൈ തൊട്ട് വൃത്തിയാക്കാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അമിതമായി വെള്ളം ഒഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അത്രയും സൂക്ഷ്മതാബോധത്തോടുകൂടി വെള്ളത്തെ ഉപയോഗിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഖുർആന്റെ ചോദ്യം നോക്കൂ. സൂറത്തുൽ ഖലമിൽ അള്ളാഹു ചോദിക്കുന്നു, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നബിയെ, താങ്കൾ പറയുക, നിങ്ങളുടെ ഈ അനുഗ്രഹമായ വെള്ളം വറ്റിപ്പോവുകയാണ് എങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ വറ്റിപ്പോയി കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഈ ശുദ്ധമായ നീരുറവ കൊണ്ടുവന്ന് തരിക എന്ന റബ്ബിന്റെ ചോദ്യമുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുഴുക്കെ ശക്തമായ മഴക്കാലമായാലും കിണറുള്ളവരായാലും ഇല്ലാത്തവരായാലും വെള്ളത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശക്തമായ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളും ഹദീസ് വചനങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള ബാക്കിയുള്ള വെള്ളം അല്ലെ, മറ്റ് തൊഹൂറല്ലാത്ത വെള്ളം അല്ലെ, അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ ശേഷം മറ്റുള്ള ചെടികൾക്കോ കൃഷികൾക്കോ മറ്റ് നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾക്കുമൊക്കെ മറ്റു ജന്തുജീവജാലങ്ങൾക്കുമൊക്കെ കുടിക്കാനും അതൊക്കെ നനക്കാനുമൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധ കാണിക്കാറുണ്ടോ? അതൊക്കെ ആ വെള്ളമൊക്കെ വെറുതെ വേസ്റ്റായി പോകാറാണോ ചെയ്യുന്നത്? ഈ രൂപത്തിലുള്ള വളരെ ശക്തമായ ശ്രദ്ധയും സൂക്ഷ്മതയും ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ
നമ്മൾ ശരിക്കും പുലർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത, അമിതമായ വെള്ളത്തിന്റെ ഉപയോഗം ചുരുക്കുകയും ഉള്ള വെള്ളം വേണ്ടും വണ്ണം ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു മഹത്തായ അനുഗ്രഹത്തെ നമ്മൾ അമിതമായി ഉപയോഗിച്ച് അനാവശ്യമായി ധാരാളമായി ഉണ്ടാകുമ്പോൾ തന്നെ അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം, അത് ജലക്ഷാമം നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രയാസപ്പെടുന്ന കാര്യമില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വെള്ളത്തിന്റെ ഉപയോഗത്തിൽ ശ്രദ്ധ കാണിച്ച് വളരെ കൃത്യമായി റബ്ബിനോട് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി തേടി മിതമായ വെള്ളത്തിന്റെ ഉപയോഗം നടത്തുന്നവരിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.